ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവരെയൊക്കെ നന്നാക്കിയിട്ട് ഒരുമിപ്പിച്ചിട്ട് വിഷ്ണു അങ്ങോട്ട് പോവാ. കാശിക്കോ രാമേശ്വരത്തോ പോവാണോ? അല്ല, എവിടേക്കോ പോകുന്നു പറഞ്ഞതുകൊണ്ടാ. അല്ല, എനിക്ക് ഒരു യാത്ര ഉണ്ടായിരുന്നു. വിഷ്ണു ഒരിടത്തേക്കും പോകുന്നില്ല. ഒന്നിച്ചെല്ലാരും ഒരേ മനസ്സോടുകൂടി കഴിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മളവിടെ വീട്ടിൽ പൂജ്യം വഴിപാടൊക്കെ നടത്തിയിട്ട് താമസം തുടങ്ങിയേ. എന്നിട്ട് നീ മാത്രം അവിടെ നിന്ന് മാറിയിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കുന്ന രോഹിത്തിന് തന്നെയല്ലേ? രോഹിത്തിന് അടിയിടിയൊക്കെ കിട്ടിയെന്നറിഞ്ഞു. വരണോന്ന് വിചാരിച്ചതുവാ. പിന്നെ ഞാനങ്ങ് മടിച്ചു. ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ വിഷ്ണുവേട്ടാ, ആ ജോലിയൊന്നും രോഹിത്തിന് പറ്റില്ലാന്ന്. ഏയ്, അതൊന്നും അത്ര കാര്യാക്കാനില്ല. അത് ഈ തുടക്കത്തിലെ പരിചയക്കുറവുകൊണ്ട് സംഭവിച്ചു പോയതല്ലേ. 1-2 അടി കൊള്ളുമ്പോ ശീലായിക്കൊള്ളുന്നാണോ വിഷ്ണു പറയുന്നത്? അയ്യോ, അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ഇനിയിപ്പോ ആ ജോലി വേണ്ടെങ്കിൽ വേറെ ജോലി. എന്താന്ന് വെച്ചാ ഇനി ആ വീട്ടിലെ ബിസിനസ് ഒക്കെ നോക്കിയെടുത്തേണ്ടത് രോഹിത്തല്ലേ. വീട്ടിലെ ഇളയ മകൻ എന്ന നിലയ്ക്ക് കുടുംബം നോക്കി നടത്തിക്കൊണ്ടുകൊണ്ടും രോഹിത്തിന്റെ കടമ തന്നെയല്ലേ. ആ, വിഷ്ണു എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ആ, ശ്യാമേ, ചായ കൊടുത്തില്ലേ? നിങ്ങൾ ഇവിടെ 2 പെണ്ണുങ്ങളുണ്ടായിട്ട് ചായ പോലും കൊടുത്തില്ലെന്ന് പറഞ്ഞ. അകത്തേക്കൊന്ന് കേറിയിരിക്കാൻ പോലും പറഞ്ഞില്ലേ? അയ്യോ, ചായ ഒന്നും വേണ്ട. എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ടായിരുന്നു. ഞാൻ ശ്യാമയോട് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറയാൻ വേണ്ടി വന്നാ. എന്നിട്ട് ഇവളെന്ത് പറഞ്ഞു? അത് ചോദിച്ചില്ല. ആ, ഇപ്പൊ കേട്ട് കാണുമല്ലോ. അല്ല മോനെ, രോഹിത്തിനിപ്പോ എങ്ങനെയുണ്ട്? ഏയ്, അത് വലിയ പരിക്കായിട്ടൊന്നുമില്ല. ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന അതൊക്കെ. അവന് കുഴപ്പമൊന്നുമില്ല. അത് മാത്രമാണോ? കൃത്യമായിട്ട് പറയാൻ രോഹിത്തിന് ഇപ്പോഴും ഒരു ജോലി പോലും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇവളും കൊച്ചും അവിടെ വന്ന് നിന്ന ആരും നേരെ പറഞ്ഞില്ലെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ കാണില്ലേ ഒരു ബാധ്യതയായിട്ട് ഇവളും മോളും അവിടെ നിൽക്കുകയാണെന്ന്. പപ്പിയുടെ കാര്യം എല്ലാവർക്കും അറിയില്ലല്ലോ. ആ ഒരു തോന്നൽ ഉണ്ടായാൽ തന്നെ പിന്നെ ഇവള് എന്താ അവിടെ ചെയ്താലും 100 കുറ്റമായിരിക്കും. വെറുതെ എന്തിനാ കൂട്ടുകുടുംബത്തിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നേ? അപ്പൊ പിന്നെ ശ്യാമയും മോളും അങ്ങോട്ട് പോകണ്ടെന്ന് തന്നെ ഞാൻ പറയും. സ്വന്തം അനുജത്തിയുടെ ജീവിതം നല്ല രീതിയിൽ ആവണമെന്ന് ആഗ്രഹിച്ചു പറയുന്നതാണോ, അതോ തന്നെ പോലെ തന്നെ ജീവിതം കളഞ്ഞു കുടിച്ചിട്ട് സ്വന്തം വീട്ടിൽ ഇതുപോലെ നിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു പറയുന്നതാണോ? ഞാൻ പറഞ്ഞത് ഇവളുടെ നന്മയ്ക്ക് വേണ്ടിയാ. ഇതെങ്ങനെ നന്മയ്ക്ക് വേണ്ടിയാവും? ഇവളെ അവിടെ സംരക്ഷിക്കാൻ അവളുടെ കൂടെ പിറന്ന അവളുടെ സ്വന്തം ചേച്ചിയും കൂടെ ആ വീട്ടിലുണ്ടെന്ന് നീ ഓർക്കണം. എടി, വഴക്കും ബഹളവും കൂടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായ അതിൽ പര സന്തോഷം ആ കുടുംബത്തിൽ വേറെ കിട്ടാനുണ്ടോ? ഞാൻ നിങ്ങളെല്ലാരോടും എപ്പോഴും പറയുന്നത് അതല്ലേ. ഒരു വീടിന്റെ സ്വസ്ഥതയും സമാധാനവും ആ വീട്ടിൽ കിട്ടണമെങ്കിൽ ആ വീട്ടിലെ പെണ്ണുങ്ങൾ വിചാരിക്കണം. കാരണം ചെറിയ ചെറിയ പരിഭവങ്ങളാണ് പിന്നീട് വലിയ വഴക്കുകളായി മാറുന്നത്. ഈ പരിഭവങ്ങൾ തുടങ്ങുന്നത് ആ വീട്ടിലെ പെണ്ണുങ്ങളിലൂടെയാണ്. ഇപ്പോഴത്തെ ഈ മാറിയ സാഹചര്യത്തില് ആരൊക്കെ എത്ര കാലം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഉള്ളോടത്തോളം കാലം എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണമെന്ന് എൻ്റെ ആഗ്രഹം. ജീവിതം ആയുസൊക്കെ ഒരുപാട് ചെറുതായിക്കൊണ്ടിരിക്കുക. ഇന്ന് കാണുന്നവരെ നാളെ കാണാൻ പറ്റില്ല. അതാ അപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ശ്യാമ, രോഹിത്തിനോട് നിനക്കുള്ള വഴക്കൊക്കെ മാറ്റിവെച്ച് സന്തോഷത്തോടെ കഴിയണം. ഞാനോ ശാലിനിയോ അമ്മയോ ഞങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കു പോലും ഇല്ല. അത് ഞാൻ ഉറപ്പുവരാം. പിന്നെ രോഹിത്തിനെ ഗൾഫിലേക്കൊന്നും വിടണ്ട. നമുക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ നടത്താനുള്ള ഒരു വകുപ്പ് ഞാൻ തന്നെ ഉണ്ടാക്കി തരാം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നുള്ളൂ. അതെല്ലാം മനസ്സിലുറപ്പിച്ചിട്ട് ഞാനിപ്പോ വന്നേ. ഇവരെയൊക്കെ നന്നാക്കിയിട്ട് ഒരുമിപ്പിച്ചിട്ട് വിഷ്ണു അങ്ങോട്ട് പോവാ. കാശിക്കോ രാമേശ്വരത്തോ പോവാണോ? അല്ല, എവിടേക്കോ പോകുന്നു പറഞ്ഞതുകൊണ്ടാ. അല്ല, എനിക്ക് ഒരു യാത്ര ഉണ്ടായിരുന്നു.
വിഷ്ണു ഒരിടത്തേക്കും പോകുന്നില്ല. ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ആ വീട്ടിലെ വലിയേട്ടനായിട്ട് വിഷ്ണു അവിടെ തന്നെ ഉണ്ടാവും. കുഴപ്പമാണോ എന്ന് ചോദിച്ചാ കുഴപ്പമാണ് വിഷ്ണു. തന്നോട് വേണമെങ്കിൽ മറച്ചു വെച്ച് സംസാരിക്കാം, പക്ഷെ അതിന്റെ കാര്യമില്ല. ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ട സമയം തന്നെ വൈകി. അല്ല, മോനെന്താ ആലോചിക്കുന്നേ? അങ്ങനെയല്ലേ വേണ്ടത്? ആ അതെന്തായാലും ഉണ്ടാവണല്ലോ. എന്നാലും പറഞ്ഞതാ. ഉം. ആ ഞാനേ ഇറങ്ങാ. പിന്നെ പപ്പി വരുമ്പോ എന്റെ അന്വേഷണം പറഞ്ഞേക്കെ. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. ഒരു മിനിറ്റ്. ഈ സ്വീറ്റ്സ് അവൾക്ക് കൊടുക്കണം. അവൾക്ക് ഇഷ്ടവും. വിഷ്ണുച്ച കൊണ്ടുവന്നു പറഞ്ഞാൽ മതി. അപ്പൊ ശ്യാമേ, നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. പക്ഷെ അവസാന തീരുമാനം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കണം. എന്നാ പിന്നെ ശരതമ്മേ, പോയിട്ട് വരാം. അല്ല മോനെ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോവാം. ഞാൻ വീണ്ടും വരുമല്ലോ. പിന്നെ ശ്യാമേനെന്ന് പറഞ്ഞു വിട്ടേക്കണേ. ശരി. അവൻ പറഞ്ഞാലും കാര്യമില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴത്തെ ഈ മാറിയ സാഹചര്യത്തിൽ ആരൊക്കെ എത്ര കാലം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഉള്ളിടത്തോളം കാലം എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണമെന്ന് എൻ്റെ ആഗ്രഹം. നിർമ്മലേ, നല്ല 2 ചായ ഇങ്ങെടുത്തോ. വിരുന്നുകാരനായിട്ട് വരുന്നത് ചില്ലറക്കാരനല്ല. മഹേന്ദ്ര സാർ ഇല്ലേ സ്വാമി? ആ ഉണ്ട്, കാത്തിരിക്കുകയായിരുന്നു. വരൂ. ആ